വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1992 മെയ് 13 ആഗോള സഭാതലത്തിൽ ലോക രോഗി ദിനാചരണം ഏർപ്പെടുത്തിയത്. എല്ലാ വർഷവും ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ കത്തോലിക്ക സഭ ലോക രോഗി ദിനം ആചരിക്കുന്നു. ഫെബ്രുവരി 11 ആചരിക്കപ്പെടുന്ന ആഗോള രോഗി ദിനത്തിന് മുന്നോടിയായി ജനുവരി 20 നൽകിയ തൻ്റെ സന്ദേശത്തിലാണ് ലിയോ 14 മാർപ്പാപ്പ അവരിന് നല്ല സമറിയാക്കാരൻ ആകേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞത്. ദാനധർമ്മ പ്രവൃത്തികളുടെ സൗന്ദര്യവും അനുകമ്പയുടെ സാമൂഹികവും മാനവും വീണ്ടെടുക്കുവാനും രോഗികളെപ്പോലെ ദരിദ്രരിലും കഷ്ടപ്പെടുന്നവരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് നല്ല സമറിയാക്കാരൻ്റെ ചിത്രം എടുത്തു കാണിച്ചു. സമറിയാക്കാരൻ്റെ അനുകമ്പ അവരുടെ വേദന ഏറ്റെടുത്തുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്നതാണ് 2026 വർഷത്തെ ആഗോള രോഗി ദിന സന്ദേശത്തിൻ്റെ ശീർഷകം. ദ കമ്പാഷൻ ഓഫ് ദ സമറിറ്റൻ, ലവിങ് ബൈ ബെയറിങ് അനദേഴ്സ് പെയിൻ. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. 1. കണ്ടുമുട്ടലിൻ്റെ സമ്മാനം, അടുപ്പവും സാന്നിധ്യവും വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ സന്തോഷം. ദ ഗിഫ്റ്റ് ഓഫ് എൻകൗണ്ടർ, ദ ജോയ് ഓഫ് ഓഫറിങ് ക്ലോസ്നെസ് ആൻഡ് പ്രസൻസ്. നമ്മെ വഴിയിൽ നിർത്തി പല ആവശ്യങ്ങളും കഷ്ടപ്പാടുകളുമായി നമ്മുടെ അടുത്ത് വരുന്നവരിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് ഇന്നത്തെ ഉപേക്ഷിക്കലിൻ്റെ അല്ലെങ്കിൽ നിസ്സംഗതയുടെ സംസ്കാരം. 2. രോഗികളെ പരിചരിക്കുന്നതിനുള്ള ദൗത്യം, ദ ഷെയർഡ് മിഷൻ ഓഫ് കെയറിങ് ഫോർ ദ സിക്ക്. മനസ്സലിഞ്ഞ് ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മറ്റൊരാളുടെ കഷ്ടപ്പാടുകളോടുള്ള പ്രതിബദ്ധതയും ഉള്ള പ്രതികരണത്തിലേക്ക് നാം നയിക്കപ്പെടണം. 3. നമ്മെയും നമ്മുടെ അയൽക്കാരനെയും കണ്ടുമുട്ടാൻ എപ്പോഴും ദൈവത്തോടുള്ള സ്നേഹത്താൽ നയിക്കപ്പെടുന്നു. ഓൾവേസ് ഡ്രിവൻ ബൈ ദ ലവ് ഓഫ് ഗാഡ് ടു എൻകൗണ്ടർ ourselves ആൻഡ് our neighbor. മനുഷ്യരാശിയുടെ മുറിവുകൾക്കുള്ള യഥാർത്ഥ പരിഹാരം ദൈവസ്നേഹത്തിൽ വേരൂന്നിയ സാഹോദര്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയാണ്. ഇത് സാഹോദര്യപരമായ ദൈവവുമായുള്ള നമ്മുടെ ഐക്യത്തിലും വിശ്വാസത്തിലും ധൈര്യവും പ്രതിബദ്ധതയും പിന്തുണയും നൽകുന്നതാണ്. ഈ ദിവ്യസ്നേഹത്താൽ പ്രചോദിതരായി കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് രോഗികളോ വൃദ്ധരോ ദുരിതമനുഭവിക്കുന്നവരോ ആയ നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ നന്മയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കണം. മാനവ ജീവിത അനുഭവത്തിൻ്റെ ഭാഗമായ രോഗത്തെ പ്രായമേറുന്നതിനെ പോലും നിരാകരിക്കുവാൻ ഇന്ന് വ്യാപകമായ കമ്പോള സംസ്കാരം നമ്മെ നിർബന്ധിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായ രോഗം ഏകാന്തതയിലും പരിത്യക്തതയിലും പരിചരണത്തിൻ്റെയും അനുകമ്പയുടെയും അഭാവത്തിലും ജീവിക്കേണ്ടി വരുമ്പോൾ അത് മനുഷ്യോചിതമല്ലാത്തതായി ഭവിക്കുന്നു. ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ ശൈലി അനുസരിച്ച് സഞ്ചരിക്കാൻ ബലഹീനതയുടെയും രോഗത്തിൻ്റെയും അനുഭവത്തിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് കഴിയണം. സാമീപ്യവും സഹാനുഭൂതിയും ആർദ്രതയുമാണ് ദൈവത്തിൻ്റെ ശൈലി. സ്നേഹം നിഷ്ക്രിയമാകാതെ അവരുമായുള്ള സംഗമത്തിൻ്റെ അടിസ്ഥാനമാകണം. നിസ്സംഗതയുടെ സംസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു തലമുറയ്ക്ക് കണ്ടുമുട്ടലിൻ്റെ കൃപയും അടുപ്പവും സാന്നിധ്യവും ഉളവാക്കുന്ന സന്തോഷവും എടുത്തു കാണിക്കുന്നതാണ് സമറിയാക്കാരൻ്റെ മാതൃക. ശ്രദ്ധാപൂർവമായ നോട്ടം മാനുഷികവും പിന്തുണയ്ക്കുന്നതുമായ അടുപ്പത്തിലേക്ക് നയിച്ചുവെന്നും അയൽക്കാരൻ ആരാണെന്നല്ല യേശു പഠിപ്പിക്കുന്നത്, മറിച്ച് എങ്ങനെ അയൽക്കാരനാകാം എന്നാണെന്ന് പാപ്പ അടിവരയിട്ട് പറയുന്നു. സ്നേഹം നിഷ്ക്രിയമല്ല, അത് അവരനെ കണ്ടുമുട്ടുവാൻ നമ്മെ സഹായിക്കുന്നതാണെന്നും കഷ്ടപ്പെടുന്നവരുടെ അയൽക്കാരനായി തീരുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. നല്ല സമറിയാക്കാരന് തോന്നിയ അനുകമ്പ ആഴത്തിലുള്ള ഒരു വികാരത്തെ സൂചിപ്പിക്കുന്നു എന്നും അത് നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോടുള്ള പ്രതിബദ്ധതയിലേക്ക് നയിക്കുന്നതാണെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. അനുകമ്പ സജീവമായ സ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ്. അവരുടെ വേദന കർത്താവിൻ്റെ അനുകമ്പ വഹിക്കുന്ന ഒരു ശരീരത്തിൻ്റെ യഥാർത്ഥ അവയവങ്ങൾ എന്ന നിലയിൽ നമ്മുടെ തന്നെ വേദനയാണെന്നും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. അതിനാൽ നമ്മെയും നമ്മുടെ സഹോദരീ സഹോദരന്മാരെയും കണ്ടുമുട്ടാൻ ദൈവത്തോടുള്ള
സ്നേഹത്താൽ എപ്പോഴും നയിക്കപ്പെടുന്നവരാകണമെന്ന് പാപ്പ ഏവരെയും ക്ഷണിച്ചു. അയൽക്കാരനോടുള്ള സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആധികാരികതയുടെ വ്യക്തമായ തെളിവാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, മനുഷ്യരാശിയുടെ മുറിവുകൾക്കുള്ള യഥാർത്ഥ പ്രതിവിധി ദൈവസ്നേഹത്തിൽ വേരുകളുള്ള സാഹോദര്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയാണ്. നന്ദി.